ഗുരുസ്ഥാനീയനായ സിനിമയിലെ ഏറ്റവും തലമുതിർന്ന കാരണവരായ MT സാറിൻ്റെ വിയോഗം മലയാളിയായ എല്ലാ കലാ സാഹിത്യ സ്നേഹികൾക്കൊപ്പം ആ വിയോഗത്തിൽ ഞാനും പങ്കുചേരുകയാണ്. എന്നെപ്പോലെ തന്നെ ഓരോ മലയാളിയും ഈ വിയോഗത്തിൽ നൊമ്പരപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. അദ്ദേഹത്തെ നേരിൽ വന്ന് കാണാനുള്ളൊരു അവസരം ഉണ്ടായി. MT സാറ് ഇല്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിലേക്ക് ഉണർന്നത്. അത് ഒരുപക്ഷെ അംഗീകരിക്കാൻ മലയാളികൾക്ക് സമയമെടുക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് എൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമ ചെയ്യാൻ എനിക്ക് തുണയായത് MT സാറിൻ്റെ സ്ക്രിപ്റ്റാണ്. ആ മഹാരഥൻ്റെ വിയോഗത്തിൽ എൻ്റെ എല്ലാ പ്രണാമങ്ങളും അർപ്പിക്കുന്നു. MTയുടെ വിയോഗത്തോടുകൂടി ഒരു യുഗം അവസാനിക്കുകയാണ്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, MTയുടെ ഒക്കെ കാലത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത്. വ്യക്തിപരമായിട്ട് MT സാറുമായിട്ട് വളരെ അടുപ്പുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ വീട്ടിൽ വരാറുള്ള ആളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രസ്ഥാനമായിട്ടുള്ള തുഞ്ചൻ പറമ്പിൽ പലതവണ MT സാറോടൊപ്പം പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ സിനിമാ ജീവിതം തുടങ്ങിയ കാലം മുതൽ ഞാൻ PN മേനോൻ്റെ കൂടെ സഹസംവിധായകനായിരുന്നു. ആ കാലം മുതൽ PN മേനോനും MTയും തമ്മിലുള്ള ബന്ധം ഉള്ളതുകൊണ്ട് തന്നെ ഒരു വാത്സല്യത്തോടുകൂടിയാണ് MT സാറും എന്നെ കണ്ടിട്ടുള്ളത്. എനിക്ക് MTയുടെ തിരക്കഥയിൽ ഒരു സിനിമ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുഃഖം. ഒരുപക്ഷെ MTയുടെ കഥകളൊക്കെ ഒരുപാട് വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. MTയുടെ വായിക്കാത്ത നോവലോ കഥകളോ ഒന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും വായിച്ചിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് ഞാൻ കാലം വീണ്ടും വായിച്ചു. കാരണം ഒരു ഓർമ്മ പുതുക്കലാണ്. MTയെ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ നവീകരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു മനുഷ്യൻ ഇനി ഇല്ല എന്നുള്ളത് വലിയൊരു നഷ്ടം തന്നെയാണ്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ്. ഇതുപോലുള്ള മഹാപ്രതിഭകൾ അവരുടെ കൂടെയൊക്കെ സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ളവരുടെയൊക്കെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നത്. എന്തായാലും MTയുടെ വിയോഗത്തിൽ കോഴിക്കോടിനോടൊപ്പം എല്ലാ മലയാളികളോടൊപ്പം ലോകത്തുള്ള എല്ലാ അക്ഷര സ്നേഹികളോടൊപ്പം ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.